dear children, how are you? Welcome to our maths class. നമ്മൾ ഇന്ന് മാത്സിൽ നമ്പേഴ്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 70 വരെ നിങ്ങൾക്ക് എഴുതാൻ അറിയാം. അപ്പോൾ 70 തൊട്ട് ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് ആണ് ഇന്ന് പഠിക്കുന്നത്. 71 തൊട്ട് 80 വരെയുള്ള നമ്പേഴ്സ് ഇന്ന് പഠിക്കാം. 70യുടെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാമോ? 70യുടെ സ്പെല്ലിംഗ് അറിയാമെങ്കിൽ നമുക്ക് 79 വരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മൾ അതിന് മുമ്പ് അങ്ങനെയല്ലേ പഠിച്ചേ? ഇപ്പം 60 പഠിച്ചാൽ 69 വരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. നിങ്ങൾക്ക് 1 2 3 എഴുതാൻ അറിയാം, 9 വരെ നല്ല ഭംഗിയായിട്ട് എഴുതാൻ അറിയാം അല്ലേ? അപ്പം 70യുടെ സ്പെല്ലിംഗ് അറിയാവുന്നവർക്ക് 71 72 ഒക്കെ ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ 70യുടെ സ്പെല്ലിംഗ് എന്താ? യെസ്, E V E N T Y 70 S E V E N T Y 70 70 71 എങ്ങനെ എഴുതുന്നത്? 71 സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. 70യുടെ സ്പെല്ലിംഗ് അറിയാമല്ലോ എല്ലാവർക്കും. യെസ്, E V E N T Y 70 1 O N E 71. ടീച്ചറിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. S E V E N T Y O N E 71. ഉറക്കെ പറയണം വീട്ടിൽ ഇരുന്ന് കേട്ടോ. നെക്സ്റ്റ് വൺ 72 നോക്കാം. യെസ്, E V E N T Y 72 T W O 72. ടീച്ചറിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. S E V E N T Y 70. 2ന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം. T W O 2 72. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ 73. ടീച്ചറിന്റെ കൂടെ സ്പെല്ലിംഗ് പറയണേ. S E V E N T Y 73 T H R E E 3. നമുക്ക് ഒരുമിച്ച് പറയാം. S E V E N T Y 70 T H R E E 3 73. എളുപ്പമല്ലേ? നെക്സ്റ്റ് വൺ ഏതാ? 74. എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. യെസ്, E V E N T Y 70 F O U R 4 74.
പറയാം നമുക്ക്. എസ് ഇ വി ഇ എൻ ടി വൈ 70. എഫ് ഒ യു ആർ 4 74. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് നമ്പർ ഏതാ? 75. 75. സ്പെല്ലിങ് ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. എസ് ഇ വി ഇ എൻ ടി വൈ 70. എഫ് ഐ വി ഇ 5 75. നമുക്ക് ഒരുമിച്ച് പറയാം. എസ് ഇ വി ഇ എൻ ടി വൈ 75. എഫ് ഐ വി ഇ 75. മനസ്സിലായോ? എളുപ്പമല്ലേ പഠിക്കാന്? നെക്സ്റ്റ് നമ്പർ ഏതാ? 76. 76. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. എസ് ഇ വി ഇ എൻ ടി വൈ 70. എസ് ഐ എക്സ് 6 76. നമുക്ക് ഒരുമിച്ച് പറയാം. എസ് ഇ വി ഇ എൻ ടി വൈ 70. എല്ലാവരും ടീച്ചറിന്റെ കൂടെ പറയുന്നുണ്ടോ? ആരൊക്കെ അവിടെ മിണ്ടായിരിക്കുന്നേ? സ്പെല്ലിംഗ് ബാക്കി പറഞ്ഞേ. എസ് ഐ എക്സ് 6 76. നെക്സ്റ്റ് നമ്പർ ഏതാ? ജസ്ലിൻ പറഞ്ഞേ. നെക്സ്റ്റ് നമ്പർ ഏതാ? 77. 77. എസ് ഇ വി ഇ എൻ ടി വൈ 70. എസ് ഇ വി ഇ എൻ 7 77. ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ. എസ് ഇ വി ഇ എൻ ടി വൈ 70. എസ് ഇ വി ഇ എൻ 7 77 വരെ നോക്കി. നെക്സ്റ്റ് നോക്കാം. 78. 78. ഒരുമിച്ചൊന്ന് പറഞ്ഞേ എല്ലാരും. എസ് ഇ വി ഇ എൻ ടി വൈ 70. ഇ ഐ ജി എച്ച് ടി 8 78. ഒരുമിച്ച് പറഞ്ഞേ. എസ് ഇ വി ഇ എൻ ടി വൈ 70. ഇങ്ങനെ പറഞ്ഞ് 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 സ്പെല്ലിങ് പഠിക്കണം. എഴുതിയും പഠിക്കണം, പറഞ്ഞും പഠിക്കണം. 8 ഇ ഐ ജി എച്ച് ടി 8 78. നെക്സ്റ്റ് നമ്പർ ഏതാ? നെക്സ്റ്റ് നമ്പർ 79. 79. ഈ ടീച്ചർ പറയുന്നില്ല സ്പെല്ലിങ്. എല്ലാരും കൂടെ ഒരുമിച്ചൊന്ന് പറഞ്ഞേ. നിങ്ങളെല്ലാരും പറഞ്ഞേ. അത് കേട്ട് ടീച്ചർ എഴുതാം. എല്ലാരും ഒരുമിച്ച് പറഞ്ഞേ. യെസ്. ടീച്ചർ എഴുതാൻ പോവാണേ. യെസ്. പറയാം. ബാക്കി പറ. നിങ്ങൾ പറയുന്ന കേട്ട് ടീച്ചർ എഴുതാം. ആ, കറക്റ്റാ. ഈ ആരവിടെ മിണ്ടാതിരിക്കുന്നത്?
ടി വൈ 70. മിടുക്കരാ കേട്ടോ. 9 9ന്റെ സ്പെല്ലിംഗ് കൂടെ പറഞ്ഞ ഉറക്കെ ടീച്ചർ ഇവിടെ വരെ കേൾക്കണം. N I N E. മിടുക്കര് കുട്ടികളാ കേട്ടോ. 79. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പറയാം. S E V E N T Y 70. N I N E 9 79. അപ്പൊ അത്രയും പഠിച്ചോ നിങ്ങൾ? എഴുതി പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് 79 കഴിഞ്ഞ് 80. 80 എന്നുള്ളത് എങ്ങനെ എഴുതും? 8 0 80. നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? നെക്സ്റ്റ് ഇനി എങ്ങനെ പോകുന്നത്? 80 കഴിഞ്ഞ് 81 82 83 എന്ന് പോകും. 80യുടെ സ്പെല്ലിംഗ് നോക്കാം. E I G H T Y 80. E I G H T Y 80. 8ന്റെ സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയാം. അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. എന്താ? E I G H T 8. അതിൻ്റെ കൂടെ ഒരു വൈയും കൂടെ എഴുതിയാൽ എന്തായി? 80. 80 പഠിക്കാനായിട്ട് എളുപ്പമാണ് അല്ലേ? 80 പഠിച്ച് പിന്നെന്താ 1 2 3 4 5 അങ്ങനെ എഴുതി പോവാം. അങ്ങനെ നമുക്ക് 89 വരെ പഠിക്കാം. പഠിച്ചോ എല്ലാവരും? 80യുടെ സ്പെല്ലിംഗ് എല്ലാവരും ഒരുമിച്ചെന്ന് പറഞ്ഞേ. 8ന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞേ. E I G H T. അതിൻ്റെ കൂടെ എന്താ? ഒരു വൈയും കൂടെ 80. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 40 കണ്ടോ 71? അതിൽ നിങ്ങൾക്ക് കുറച്ച് സ്റ്റാർ കാണും. കണ്ടോ നിങ്ങൾ? അതിൽ 71 സ്റ്റാർസ് ഉണ്ട്. 71 ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൻസിൽ വെച്ച് ഓരോ സ്റ്റാറിലും ഇങ്ങനെ തൊട്ട് നോക്കുക. എന്നിട്ട് 1 2 3 4 5 എന്ന് കൗണ്ട് ചെയ്ത് എവിടെ വരെ കൗണ്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? 71 വരെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതൊന്ന് കൗണ്ട് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കത് ബൈഹാർട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇനി ആ 71 എന്നുള്ളത് നിങ്ങൾ ഓരോ കോളവും ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം. ആ ഓരോ കോളവും നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിൻ്റെ താഴെ നിങ്ങൾക്കൊരു ആക്ടിവിറ്റി കാണാം. നമ്മൾ കഴിഞ്ഞ ടേമിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ സിമ്പിൾ ഇട്ട് എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സിമ്പിൾസ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. നോക്കാം. ഈ സിമ്പിൾസ് ഒക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ സിമ്പിളൊക്കെ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടല്ലേ? വലിയ നമ്പർ ഏതാണോ അങ്ങോട്ട് വേണം എന്താ? ഈ ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ മൗത്ത് ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? നോക്കി 71-70. ഇതിൽ വലിയ നമ്പർ ഏതാ? ഗ്രേറ്റർ നമ്പർ ഏതാ? 70 ആണോ 71 ആണോ? എല്ലാവർക്കും അറിയാം ഏതാ? 71. അപ്പം സിമ്പിൾ എങ്ങനെ എഴുതണം? 71ന്റെ നേരെ നോക്കിയിരിക്കണം. നെക്സ്റ്റ് വൺ നോക്കിക്കേ. 71-71. രണ്ട് സൈഡ് നോക്കിക്കേ. ഏതാ വലുത് ഏതാ ചെറുത്? അങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ? രണ്ടും ഒരേ നമ്പറാ അല്ലേ? അപ്പൊ നമുക്ക് ഏത് സിമ്പിൾ യൂസ് ചെയ്യാം? ഏത് സിമ്പിൾ യൂസ് ചെയ്ത് എഴുതാം? ശരിയാ. ഏതാ? ഈക്വൽ സിമ്പിൾ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് ഫില്ല് ചെയ്യണം നിങ്ങൾ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. 69-71. 69-71. ഇതിൽ വലിയ നമ്പർ ഏതാ ചെറിയ നമ്പർ ഏതാ? വലിയ നമ്പർ 71ഉം ചെറിയ നമ്പർ 69ഉം. അപ്പൊ എങ്ങനെ എഴുതാം? 69 ലെസ് ദാൻ 71 അല്ലേ? 69 ലെസ് ദാൻ 71. ലെസ് ദാൻ്റെ സിമ്പിൾ എങ്ങനെ എഴുതണം? കണ്ടോ?
69 less than 71. നോക്കിക്കേ, ഇത് ഇനി എങ്ങനെ പറയാം? 71 is greater than 70. 71 is equal to 71. 69 is less than 71. 69 is less than 71. അപ്പോൾ അതുകൂടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എഴുതി പഠിക്കുക, പറഞ്ഞും പഠിക്കുക, കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ. 1 2 3 4 5. അപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.